അപ്പോൾ മിനിസ്റ്ററെ, നമ്മളൊരു പാട്ടോടുകൂടി നമുക്കത് അവസാനിപ്പിക്കാം. ഏത് പാട്ടാണ് വേണ്ടത്? നമുക്കൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓണം എന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെ നമ്മുടെ നാട്ടിൽ മാറി. ഏറ്റവും സമൃദ്ധിയും സന്തോഷവുമുള്ള ഏത് സമയമാണോ അതെല്ലാം ഓണാണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ അരുണ് വിളികൾ വരുന്നുണ്ടാകും, ഒക്കെ ഒക്ടോബറിലും നവംബറിലും ഒക്കെ ചെല്ലാൻ പറഞ്ഞ് അവർക്ക് എപ്പോഴാണോ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ഇരിക്കാൻ പറ്റുന്നത് അന്നാണ് ഓണം. യഥാർത്ഥത്തിൽ ഇന്ന് ഓണമായി. റിപ്പോർട്ടറിൻ്റെ ഒരു സ്ഥലത്ത് സാംസ്കാരിക മന്ത്രിയൊക്കെ അന്തളിച്ചിരിക്കുകയാണ്. കാരണം വരുന്നവരെല്ലാം സാംസ്കാരിക വകുപ്പിൻ്റെ പുതിയ പുതിയ പരിപാടി കൊടുക്കേണ്ട വിധത്തിലുള്ള പുതിയ പുതിയ സംവിധാനങ്ങളാണ്. വളരെ 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 സന്തോഷകരമായിട്ടുള്ളൊരു ഓർമ്മ പുതുക്കലാണ് ഓണം. സത്യത്തിൽ ഈ ഓണമായിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും പറഞ്ഞ പോലെ അവരവരെല്ലാം അവരവരുടെ വകുപ്പുകളെ കുറിച്ച് ഇത്രമാത്രം പറയാൻ കാരണം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് പരിപാടികൾ അവരെല്ലാം സംഘടിപ്പിച്ച് വരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ പട്ടയമേളകളിലായിരുന്നു. എന്തൊരു മനുഷ്യരുടെ ഒരു സന്തോഷം, മണ്ണ് കിട്ടുന്നതിനേക്കാൾ അതിനൊരു ഉടമയാകുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല. അപ്പോൾ ഓരോരുത്തരും അവരുടെ മേഖലകളിൽ ഓണം പൊലിപ്പിക്കാൻ, ഞങ്ങൾ മാത്രമല്ല ഭരണമുള്ളവരും ഇല്ലാത്തവരും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഓണത്തിന് വേണ്ടി കരുതി വയ്ക്കും. അങ്ങനെ ഒരു കരുതലും ഒരു സമൃദ്ധിയും ഒരു സന്തോഷവുമാണ് യഥാർത്ഥത്തിൽ ഓണം. മണ്ണെടുക്കുന്ന വാമനൻ പഴയ കഥ, മണ്ണ് കൊടുക്കുന്ന കാലം പുതിയ കഥ. അതെ അതെ, ഇപ്പോൾ മണ്ണ് കൊടുക്കുന്ന ഒരു പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ, 64 വർഷക്കാലത്തിന് ശേഷം ഭൂപതിവിന് പുതിയ ചട്ടം നമ്മൾ കൊണ്ടുവരികയാണ്. അതിനേക്കാൾ ഒരു നാട് മുഴുവൻ ആഘോഷത്തിലാവുകയാണ്. ഞാൻ ഈ അലോഷ്യയെ കാണുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. അലോഷ്യയെ കണ്ടാൽ തന്നെ സന്തോഷമാണ്. കാരണം ആ പാട്ടുകളിലൂടെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്ന 100 പാട്ടുകൾ എനിക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം. ഒരു ചെമ്പനി പൂറത്ത് ഞാനോമനെ ഒരു മേള നിന്നിറക്കു നീട്ടിയില്ല. ഒരു വേള നിന്നേർക്കു നീട്ടില്ല, ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലെ ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി പൂവിറുത്തു ഞാനോമലെ ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി. പറയൂ ഓണം ഒരുമിച്ചിരുന്ന് ഉണ്ണുന്നത് മാത്രമല്ല, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നത് കൂടിയാണ്. തമ്മിൽ പരസ്പരം മിണ്ടാത്തവരും കട്ടപ്പയായി മാറുന്നവരുമുള്ള കാലത്ത് വാമനന്മാർ ഏറെ കുറവുള്ള ഒരു നാടിനെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു ലോകത്ത് നമുക്ക് ഈ ചർച്ച വളരെ ഫലപ്രദമായിരുന്നുവെന്ന് കരുതുന്നു. കാരണം കുറച്ചു നേരമെങ്കിലും മറ്റെല്ലാ ഗൗരവമേറിയ വിഷയങ്ങളിൽ നിന്നും ഒന്ന് മാറി കുറച്ചു നേരം തമ്മിൽ ചിരിക്കാനും കുറച്ച് പാട്ടുപാടാനും ഒന്ന് റിലാക്സ് ആകാനും സാധിച്ചു. ന്യൂസ് ചാനലുകൾ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കത് കിട്ടൂ. എങ്കിലും മന്ത്രിമാർ നമുക്കൊപ്പം ചേർന്നു, അവരുടെ വർത്തമാനങ്ങൾ കേട്ടു, പാട്ടുകൾ കേട്ടു. സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഓണാശംസകൾ.